രാവിലെ എണീറ്റ് വിറച്ചിറങ്ങും. പാമ്പ് വാ തുറക്കുന്നത് പോലെ വാ തുറന്നിട്ട് വായിലുള്ള ദുർഗന്ധം മുഴുവനും പുറത്തേക്ക് വിടാൻ. അങ്ങനെയുള്ള ഒരു സാധനമാണിത്. ഒന്ന് നേരെ നിവർന്നു നിന്ന് സംസാരിക്കാനോ സംസാരിക്കുമ്പോൾ വിറയ്ക്കാതെ ഒരക്ഷരം ഉരിയാടാനോ കഴിയാത്ത ഒരു പടുകളവൻ. ചാകുന്നതിന് മുമ്പ് ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വിഷവിത്തുക്കളെ മുഴുവനും ഛർദ്ദിക്കുകയാണ്. ചത്ത് മണ്ണോട് ചേരുന്നതിന് മുമ്പ് ആ വായിൽ നിന്നും നല്ലൊരു വർത്താനം കേൾക്കാൻ കഴിയുമോ? ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാ. 2 ദിവസം മുസ്ലിങ്ങളെ കുറ്റം പറയും, 2 ദിവസം ക്രിസ്ത്യാനികളെ കുറ്റം പറയും, ഒരു ദിവസം കമ്മ്യൂണിസ്റ്റിനെയും ഒരു ദിവസം കോൺഗ്രസിനെയും കുറ്റം പറയും. അവസാനം ഞായറാഴ്ച ദിവസം ലീവാണ്. അന്നത്തെ ദിവസം ബാക്കി വരുന്ന 6 ദിവസത്തേക്കുള്ള വിഷം നിറയ്ക്കാനായിട്ട് ശാഖയിലോട്ട് ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന ഒരു പാമ്പ്. വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സഭകൾ യാതൊരുവിധ സംഭാവനകളും നൽകിയിട്ടില്ല. വിദ്യാഭ്യാസം അവർക്ക് ഒരു കച്ചവടം മാത്രമായിരുന്നു എന്ന് പറയുകയാണ് സ്വയം ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ഈ മരക്കഴുത. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ ചരിത്രം പരിശോധിച്ചാൽ ക്രൈസ്തവ മിഷണറിമാരും സഭകളും സ്ഥാപിച്ച സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഇല്ലായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? കേരളത്തിൽ തന്നെ നോക്കൂ, ഗ്രാമപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും വിദ്യാഭ്യാസം എത്തിക്കുന്നതിൽ നിരവധി ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നും ലക്ഷക്കണക്കിന് ജാതിമത ഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്നതും അത്തരം സ്ഥാപനങ്ങളിലാണ്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫീസ് വാങ്ങുന്നുണ്ട്. അത് ക്രൈസ്തവ സ്ഥാപനങ്ങൾ മാത്രമല്ല, ഹിന്ദു സംഘടനകളും മുസ്ലിം സംഘടനകളും മറ്റ് സ്വകാര്യ മാനേജ്മെന്റ് സ്ഥാപനങ്ങളും ഫീസ് വാങ്ങുന്നുണ്ട്. അല്ലാതെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസം ഇന്നൊരു കച്ചവടമായി കൊണ്ടു നടക്കുന്നത്. എല്ലാ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് വിദ്യാഭ്യാസം ഒരു കച്ചവടമായി തന്നെ കൊണ്ടു നടക്കുകയാണ്. രാജ്യത്തെ തന്നെ പ്രശസ്തമായ നിരവധി സ്കൂളുകളും കോളേജുകളും ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ പഠിച്ച ഡോക്ടർമാരും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും വക്കീലുമാരും ജഡ്ജിമാരും അധ്യാപകരും രാജ്യത്തിന്റെ വളർച്ചയിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോട്ടയം ജില്ലയിലുള്ള 1817 സ്ഥാപിച്ച CMS കോളേജ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ആധുനിക കോളേജുകളിൽ ഒന്നാണ്. ഇത് ചർച്ച് മിഷണറി സൊസൈറ്റിയാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പാശ്ചാത്യ ശൈലിയുള്ള സ്കൂളുകളിൽ ഒന്നാണ് സെന്റ് ജോർജ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് സ്ഥാപിച്ചത് 1715 സൊസൈറ്റി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ നോളജ് എന്ന ക്രൈസ്തവ മിഷണറി സംഘടനയാണ്. മാത്രമല്ല, കോട്ടയത്തുള്ള CMS കോളേജ് സ്ഥാപിച്ചതിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ബെഞ്ചമിൻ ബൈലിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ചരിത്രങ്ങൾ അറിയില്ലെങ്കിൽ ഒന്ന് പഠിക്കു ദാസണ്ണ. അതുകൊണ്ട് വിറയൽ ദാസണ്ണ, മണ്ടത്തരവും പൊട്ടത്തരവും വിവരക്കേടും പറയണം എന്ന് തോന്നുമ്പോൾ ശാഖയിൽ പോയി പറയുക, അതാവും നല്ലത്. ഇനി സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് പറയണം എന്ന് നിർബന്ധമാണെങ്കിൽ അല്പസ്വല്പം ചരിത്രം കൂടി പഠിച്ചിട്ട് വേണം വന്ന് സംസാരിക്കാൻ. വയസ്സാം കാലത്ത് വിവരക്കേടും ബുദ്ധിയില്ലായ്മയും വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതൊരു അംഗീകാരമായി കൊണ്ടു നടക്കരുത്. നിന്നെപ്പോലുള്ള കുറച്ച് മണ്ടൻ ഗുണാപ്പന്മാർ എന്തെങ്കിലും വിടുവായിത്തം വന്ന് പറയുമ്പോൾ മാഞ്ഞു പോകുന്നതല്ല ചരിത്ര സത്യങ്ങൾ എന്ന് ഓർക്കുന്നത് നല്ലതാ. ഇനിയും ക്രൈസ്തവ സഭകൾ വിദ്യാഭ്യാസ മേഖലകളിൽ തന്നിട്ടുള്ള സംഭാവനകൾ ഒരുപാടുണ്ട്. ഞാനീ പറഞ്ഞത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വായിൽ തോന്നുന്ന വിവരക്കേട് പറയാനുള്ളതാണ് സോഷ്യൽ മീഡിയ എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ചിട്ട് വന്ന് സംസാരിക്കാൻ നോക്ക്. ഇനി മറ്റേ വിഭാഗത്തെ സൂചിപ്പിക്കാനാണ് പറയുന്നതെങ്കിൽ അവരെ മാത്രം ഒരു സദസ്സിലേക്ക് വിളിച്ചുകൂട്ടി പറഞ്ഞു കൊടുക്കാൻ നോക്ക്. ബുദ്ധി കൂടിയ ഇനങ്ങളായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാൽ എല്ലാവരും ഇയാളെപ്പോലെയോ ഇയാളുടെ കൂട്ടത്തിലുള്ളവരെ പോലെയോ ബുദ്ധിയും വിവരവും ഇല്ലാത്തവരല്ല എന്നുള്ള ഓർമ്മ വേണം.